back to my channel. ഞാൻ ലിസ. ഞാൻ പണത്തെ സംബന്ധിച്ച് രണ്ട് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി തിരക്ക് വന്നുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ പണത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ എൻ്റെ വീഡിയോ ആണിത്. അപ്പം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പണമൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നു, ഹോസ്പിറ്റൽ കേസ് വരുന്നു, പിന്നെ ബന്ധുക്കളുടെ കല്യാണം, പാലുകാച്ചൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇച്ചിരി പൈസ നമ്മൾ സ്വരൂപിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതാണെങ്കിൽ ഒരു സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ സറൗണ്ടിങ്സിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളൊന്നായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്കൊരു പിന്നെ പണം നമ്മിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷനും കൂടി പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാനത് ചെയ്ത് നോക്കി പരീക്ഷിച്ച് വിജയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറിയത്, ശ്രമിച്ചതും ഞാൻ അറ്റൻഡ് ചെയ്തതും. അതുവഴി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞ് വെറുതെ ചുമ്മാ അങ്ങ് പോവാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളൊന്ന് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഒരു ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ നമ്മളത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് എനിക്കൊരു ബിരിയാണി തന്നതിന്, നൽകിയതിന്, കിട്ടിയതിന് ദൈവത്തിന് നന്ദി, അല്ലെ പ്രപഞ്ചനാഥന് നന്ദി, യൂണിവേഴ്സിന് നന്ദി. ഇതിങ്ങനെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ തേടി ആ ബിരിയാണി എത്തിയിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ദിവസവും നമ്മൾ നന്ദി പറയണം. കാരണം അവർ കാരണമാണ് നമ്മൾ ഈ ഭൂമി നമുക്ക് കാണാൻ സാധിച്ചത് തന്നെ. പിന്നെ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ദിവസവും നന്ദി പറയണം. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് നമ്മൾ നന്ദി പറയണം. നമ്മുടെ അയൽക്കാർക്കും നമ്മൾ ദിവസവും നന്ദി പറയണം. മാത്രമല്ല നമ്മുടെ കൂട്ടുകാർക്കും ദിവസവും നന്ദി പറയണം. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളാവുന്ന ഓർബിറ്റലിന് ചുറ്റും സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നവർ. നമുക്ക് എന്തെങ്കിലും ഒരു അബണ്ടൻസ്, ഒരു സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ഇവരുടെ ലോ എനർജി നമ്മുടെ ഹൈ എനർജിയെ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന പ്രൊട്ടക്ഷനാണ് അവരെ ഓർത്തുകൊണ്ട് നമ്മൾ നന്ദി പറയാന്നുള്ളത്. രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെറുതാണെങ്കിലും നമ്മൾ മിക്കവരും തന്നെ നമ്മൾ പ്രഭാതത്തിൽ എണീറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഭൂമി കാണാൻ പറ്റിയതിന് നമ്മൾ ദൈവത്തോട് നമ്മൾ നന്ദി പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവമേ എന്ന് വിളിച്ചിട്ട് നമ്മളല്ലേ എണീറ്റ് പോരാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇരുന്നിട്ട് ഈ ഇത്രയും പേർക്ക് നമ്മൾ നന്ദി പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ നിരന്തരം അവരെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമ്മളിലെ ഹൈ എനർജി അവരിലേക്ക് സ്പ്രെഡ് ആകും. നമ്മുടെ നന്മയിലും അവരും സന്തോഷിക്കുന്നവരായി മാറുകയും ചെയ്യും. അപ്പം ഇത് നമ്മളിലേക്ക് മണി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മൾ ദിവസവും നന്ദി പറയുകയാണ് അവരോട്. അപ്പം നമുക്ക് എന്തെങ്കിലും നന്മ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് അസൂയോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ആ അസൂയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന പ്രൊട്ടക്ഷൻ അവരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മണി ഇപ്പോൾ ഒരു 5000 രൂപ നമുക്ക് അത്യാവശ്യമുണ്ട്, 10,000 രൂപ, ഒരു 50,000 രൂപ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് നിരന്തരമായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. പിന്നെ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ 25,000 രൂപ എനിക്ക് ലഭിച്ചതിന് അത് ദിവസം നമ്മൾ പറയണം. ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് ലഭിക്കേണ്ടത്, തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ചയാണ്, ഏത് ദിവസമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് ലഭിച്ചതിന് പ്രപഞ്ചനാഥന്, പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. അപ്പം ഇത് പറയുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ചിന്തകൾ നമുക്കിങ്ങനെ നിരന്തരമായിട്ട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, മനുഷ്യർ ഒരു ദിവസം 60,000-70,000 ഇടയിലുള്ള ചിന്തകളാണ് അവൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് ഈ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്ത്. അതിൽ 95% പിന്നെ അത് നെഗറ്റീവായിട്ടുള്ളതും നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള വേസ്റ്റ് തോട്ടുകളാണ്. അതിങ്ങനെ ചുമ്മാ നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോയി. കാരണം നമ്മളിൽ നിന്ന്
പുറത്തേക്ക് പോകുന്ന ആ ചിന്ത തന്നെയാണ്, എന്താണോ ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മളിലേക്ക് തിരികെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളിൽ നിന്നും ഈ എനർജി കോസ്മിക് എനർജിയിലേക്ക് വിലയം പ്രാപിക്കുകയും അത് യൂണിവേഴ്സിലെത്തി അലൈൻഡ് ആവുകയും ചെയ്യുമ്പം അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി യൂണിവേഴ്സ് അതിനുള്ള ആൾക്കാരെ നമുക്ക് ഒരുക്കി തരുന്നത്. അല്ലെങ്കിൽ ആ മണി ആർക്കിപ്പം നമുക്ക് കിട്ടാനുള്ള പൈസയായിരിക്കും. അവരുടെ മനസ്സിലും അയ്യോ അത് കൊടുക്കണമെന്നൊരു ചിന്ത പോലും വരുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും നമുക്ക് ഒരു മോചനം ഉണ്ടാകുകയും ചെയ്യും. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ നമുക്ക് പറയാം, ഐ ലവ് യു മണി, ഐ ബിലീവ് യു, ഐ താങ്ക് യു. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു 10 രൂപ ഒരു 100 രൂപ അങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഐ ലവ് യു, ഐ ബിലീവ് യു, താങ്ക് യു നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും അതിൻ്റെ ആ ഒരു എനർജി നമുക്ക് എഫക്റ്റ് ആയി തീരുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വിഷയമായിട്ട് വീണ്ടും ഒരു മണിയെക്കുറിച്ചുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.